ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് നേരം കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ റവ കൊണ്ടാണ് ഈ ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് 1 കപ്പോളം ഉള്ള റവയാണ്. ഇത് വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും ആ റവയ്ക്കും ആ ഒരു റെസിപ്പിക്കും ഒക്കെ. അപ്പോൾ ഇതാ ഈ 1 കപ്പ് റവ എന്ന് പറയുന്നത് 200 ml ആയിരുന്നു. അപ്പോൾ ആ 200 ml ഉള്ള റവയ്ക്ക് ഞാൻ ഏകദേശം അതേ കപ്പിൽ തന്നെ 1/2 കപ്പോളം ഉള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇത് വലിയ പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എടുക്കുന്ന തൈരിന്, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ തൈരിന് ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം പുളിയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഈ തൈരും ഈ ഒരു റവയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിനകത്ത് തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വെള്ളമൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ഈ റവ നന്നായിട്ട് ഈ തൈരിനകത്തൊന്ന് കുതിരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് മാത്രം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ തൈരൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ആ റവ എല്ലാം ആ തൈരൊക്കെ ഒന്ന് നന്നായി കുടിച്ച് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന് ഒരു കറക്റ്റ് അളവൊന്നുമില്ല. നമുക്ക് ആ റവ നമുക്കൊരു ദോശമാവിൻ്റെ അല്ലെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവമാകുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടും ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ ഒരു റെസിപ്പി എന്നും ഈ ഉപ്പുമാവൊക്കെ കഴിച്ച് മടുത്തവർക്ക്, കാരണം നമുക്ക് റവ വെച്ചിട്ട് അധികം അങ്ങനെ ഓപ്ഷൻസൊക്കെ വളരെ കുറവാണ്. സാധാരണ മറ്റൊരു ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു മൈദ വെച്ചിട്ടുണ്ടാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കുന്നത് പോലെയോ ഒന്നും ഒത്തിരി വെറൈറ്റീസ് നമുക്ക് റവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഉപ്പുമാവ് ഇപ്പോഴും കഴിച്ച് മടുത്തിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി മാത്രമല്ല, ഇത് ഏത് സമയത്ത് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ലൈറ്റായിട്ടൊക്കെ ഒരു ഡിന്നർ കഴിക്കണം എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതും ഒരു ചൂട് കട്ടൻ ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിന്നർ കുശാലായി. അതുപോലെ തന്നെ സ്കൂളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിനകത്തും കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റെസിപ്പിയാണിത്. എപ്പോഴും ഈ ചോറൊക്കെ കഴിച്ച് മടുത്ത കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അല്പം മുട്ട ഒന്ന് ചിക്കി പൊരിച്ചിടാം. ഇനിയിപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതിലത്തെ ചിക്കൻ മസാല അല്ലെങ്കിൽ അതിലത്തെ ചിക്കൻ മസാലയിൽ ചിക്കൻ ഒന്നൊക്കെ അതിനകത്തുള്ള ഇച്ചിരി നുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിതിൽ മാറ്റമൊക്കെ വരുത്താം. എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റവ ഈ ഒരു പരുവത്തിനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം സാധാ വെള്ളമാണ് ഒഴിക്കേണ്ടത്, ചൂടുവെള്ളം അങ്ങനെയൊന്നുമല്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളമുള്ള ഉപ്പ്, അല്ലെങ്കിൽ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് ഒരു 2 നുള്ളോളമുള്ള ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, അതായത് ചെറിയ ജീരകമല്ലേ, അതിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂണിൻ്റെ തൊട്ട് താഴെയുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു കളറൊക്കെ ഒരു പ്രത്യേക കളറ് കിട്ടാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വൈറ്റ് കളറായി പോകത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. പിന്നെ ജീരകം ചേർത്തത് ഒരു കുട്ടി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു റവയാണ്, നമുക്ക് ഒരു ഫ്ലേവറൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അല്പം ജീരകപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം കേട്ടോ, ഒത്തിരി അങ്ങ് നമുക്ക് ലൂസാക്കി എടുക്കേണ്ട കാര്യമില്ല, ഇത്രയും തിക്നെസ് വേണം. അപ്പോൾ നമ്മുടെ ഇതിനകത്തോട്ട് ഇനി നമുക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ഇപ്പം നാട്ടിലൊക്കെ ഇനോ സോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. ഫ്രൂട്ടിൻ്റെ ഇനോ സോൾട്ടോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫ്ലേവറുള്ള അല്ലെങ്കിൽ ഫ്ലേവർ ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഇനോ സോൾട്ട് കിട്ടും. അപ്പം ഇനോ സോൾട്ട് ആണെന്നുണ്ടെങ്കിലും അല്പം ചേർത്ത് കൊടുക്കുക. ഈ ഒരു നമ്മൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ, റവ ഉണ്ടാക്കി വരുമ്പോൾ നല്ല
ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്, നല്ല സ്പോഞ്ച് പോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബേക്കിംഗ് പൗഡർ ചേർത്തത്. ഇനി ബേക്കിംഗ് പൗഡർ ചേർക്കാതെയും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഉപ്പുമാവൊക്കെ നമ്മൾ കഴിക്കുന്നതല്ലേ, അതേ ഒരു എന്താ പറയുക, ഒരു ഫ്ലഫി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഈ റവ ഒന്ന് അതിൻ്റെ ബേസാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എണ്ണ ഒഴിച്ച് വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാവും, നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പാത്രത്തിലൊക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വട്ടങ്ങൾ ഇട്ട് കൊടുക്കാം. അതിപ്പം നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു കുഞ്ഞ് റൗണ്ടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 എണ്ണമൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു മിനിറ്റ് നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും 1 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഞാനപ്പം വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് 1 മിനിറ്റും കൂടെ മറുപുറം കൂടെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. നമ്മുടെ ഇവിടെ ഈ ഒരു 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇപ്പം തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണിത് വന്നിരിക്കുന്നത്, കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള അല്പം കൂടെ മാവുണ്ട്, അതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. നമ്മുടെ കുട്ടി റവപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടുന്ന മസാലകൾ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതേ പാൻ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളമുള്ള കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു സവോള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സവോള ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം 1 ടീസ്പൂണോളമുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക. ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളകിന് വലിയ എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. നല്ല എരിവൊക്കെ ഉള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും, കാരണം അതിന് ഉള്ള അളവിനുള്ള റവയും നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോള നന്നായിട്ട് വഴറ്റി വരണം. അതിൻ്റെ നിറക്കൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ ഫ്ലേവർ ഉള്ളവർക്ക് ചേർക്കാം. ഇല്ലെങ്കിൽ അല്പം ഒരു 1/4 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം കുറച്ചും കൂടെ എരിയൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ഉണക്കമുളക് ഒന്ന് ചെറുതായിട്ട് ചതച്ചതാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ കടുക് പൊട്ടിച്ച കൂട്ടത്തിലങ്ങ് ഇട്ടാലും നമുക്ക് അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ മസാലകൾ ഇടുമ്പം എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മസാലക്ക് പുക ആളിപ്പോവും അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അത് സൂക്ഷിക്കുക. ഞാനപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് മസാലപ്പൊടികളൊക്കെ ചേർത്തത്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമുക്ക് ഇതിനകത്ത് തക്കാളി ചേർക്കണം. പക്ഷെ ഞാൻ ഇന്ന് തക്കാളി ചേർക്കുന്നത് പേസ്റ്റായിട്ടാണ്. അപ്പോൾ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മിക്സിയിൽ ചെറിയ ജാറിനകത്ത് ഇതുപോലെ ഒന്ന് പേസ്റ്റായിട്ട് അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് തക്കാളിയൊക്കെ കഴിക്കാൻ വലിയ മടിയാണ്, അവരതിങ്ങനെ എടുത്ത് മാറ്റി കളയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തോട്ട് അല്പം ഗ്രീൻ പീസ്, ഒരു 1/4 കപ്പോളമുള്ള ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇവിടെ ഗ്രീൻ പീസ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ച് അല്പം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ അത് മാറ്റി വയ്ക്കുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുത്തേച്ച് കഴിഞ്ഞാൽ അവരത് നല്ല സ്വാദോടുകൂടെ ഗ്രേവിയാന്ന് ഓർത്തുകൊണ്ട് കഴിച്ചോളും. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്ന ആ കുഞ്ഞ് ട്രിക്ക്. അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു റെസിപ്പിയിൽ ഒന്നുപോലും ബാക്കി ഉണ്ടാവില്ല, എല്ലാം അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇനി നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ പീസിന് കൂടെ തന്നെ നിങ്ങൾക്ക് ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട്
1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ഞാൻ തിളപ്പിച്ചെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് സൈഡിലൊക്കെ. പക്ഷേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തക്കാളിയുടെ ഒരു പച്ച ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ. അതുപോലെ തന്നെ ഞാൻ ഉപ്പ് നോക്കിക്കഴിഞ്ഞപ്പോഴും ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഒന്നും കൂടെ ഇത് മൂടി വെച്ച് 1 മിനിറ്റോളം വേവിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 മിനിറ്റും കൂടെ കഴിഞ്ഞു. നല്ല മണമാണ് കേട്ടോ ഇവിടെയൊക്കെ വരുന്നത്. ആ ഒരു നമ്മളിതിൻ്റെ മൂടിക തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യമൊക്കെ കുറച്ച് ഗ്രേവിയേ ഉള്ളൂ. ഇനി കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് അല്പം കൂടെ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേവി ഇത്രേ എടുക്കുന്നുള്ളൂ, ഈ ഒരു സെമി ഗ്രേവി ആയിട്ട് എടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുട്ടി റവപ്പം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ വളരെ ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്, കാരണം ചിലപ്പോൾ റവ ഇങ്ങനെ പൊടിഞ്ഞു പോകും. കാരണം അത്രയും സോഫ്റ്റാണ് റവ. അപ്പോൾ അതുകൊണ്ട് വളരെ പതുക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ നമ്മുടെ ഫ്ലെയിം ആക്കിയിടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ റവ കൊണ്ടുള്ള ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്കിനി തേങ്ങ ചെരുകി ഇടണം എന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ചെരുകി ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കറിവേപ്പില ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കുറച്ചൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് ഓർത്ത്, കളർഫുൾ അല്ലേ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു റവ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്, ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഏത് നേരത്തെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.